സാർ, എൻ്റെ ഈ കഥ തുടങ്ങുന്നത് ഒരു കുഞ്ഞു ഫ്ലാറ്റിൽ, കോഴിക്കോടുള്ള ഒരു കുഞ്ഞു ഫ്ലാറ്റിൽ വെച്ചിട്ട് ഉള്ളൊരു സംഭവമാണ്. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഫ്ലാറ്റിൽ എൻ്റെ കഥാനായകൻ മഹേഷാണ് നായകൻ്റെ പേര്. മഹേഷ് സമയം രാവിലെയാണ്, കിടന്നുറങ്ങുകയാണ്. മഹേഷിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. മഹേഷിൻ്റെ ഭാര്യ വന്നിട്ട് പറയാണ്, മഹേഷിൻ്റെ എണീക്ക്, 8 മണിയായി, ഇതുവരെ ഓഫീസിൽ പോകേണ്ട സമയമായില്ലേ, എന്താ ഇത്ര നേരമായിട്ട് എണീറ്റ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പം മഹേഷ് പറയാണ്, മായ ഞാൻ എണീക്കാം, നീ ഇങ്ങനെ എന്താ ബുദ്ധിമുട്ടിപ്പിക്കല്ലേ, ഇന്ന് എനിക്ക് ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല എന്ന് പറയാണ്. അപ്പം മായ പറയാണ്, മഹേഷിൻ്റെ അതൊന്നും പറ്റില്ല, വേഗം എണീറ്റേ, കുളിച്ചേ എന്ന് പറഞ്ഞിട്ട് എണീപ്പിക്കുകയാണ് മഹേഷിനെ. അങ്ങനെ മഹേഷ് എഴുന്നേറ്റ് കുളിക്കാൻ, പല്ല് തേച്ച് കുളിക്കാൻ കയറുകയാണ്. ആ സമയത്ത് മായ വിളിച്ച് പറയുന്നുണ്ട്, മഹേഷിട്ട് റെഡി ആകുമ്പോഴത്തേക്കും ഞാൻ ലഞ്ചൊക്കെ ഓക്കെ ആക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ മഹേഷ് അങ്ങനെ കുളിച്ച് റെഡിയായി. നല്ലൊരു ജെൻറ്റിൽമാനാണ് എൻ്റെ മഹേഷ്, കാണാൻ നല്ല സുന്ദരനൊക്കെയാണ്. അപ്പോൾ മഹേഷ് കുളിച്ച് വന്ന് ആ സമയത്ത് മായ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ലഞ്ച് ബോക്സ് മഹേഷേട്ടാ എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം കൊടുക്കുമ്പം എനിക്കിത് വേണ്ടായിരുന്നു മായ, ഞാൻ ഇന്ന് എവിടുന്നെങ്കിലും കഴിക്കുകയായിരുന്നു എന്ന് മഹേഷ് പറയുന്നുണ്ട്. അപ്പം മഹേഷ് ഈ ലഞ്ച് ബോക്സ് മേടിച്ച് പോവുകയാണ്. ആദ്യം തന്നെ ലിഫ്റ്റിലോട്ടേക്ക് പോകുമ്പം ലിഫ്റ്റിൽ അമർത്തിയപ്പം ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആകെപ്പാടെ സമയമൊക്കെ നോക്കിയപ്പം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ മഹേഷ് ആ സ്റ്റെപ്പ് ഇറങ്ങി ചടപടേന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് പോവുകയാണ്. ആ ഇറങ്ങി പോകുമ്പം സ്റ്റെപ്പിൻ്റെ ഒരു ലാസ്റ്റ് പോർഷനിലൊക്കെ എത്തുമ്പോൾ ഒരാളായിട്ട് ഇടിച്ചു പോകുമ്പോൾ മഹേഷ് സോറി എന്നൊക്കെ പറഞ്ഞ് മഹേഷ് അങ്ങ് പോകും. മഹേഷ് വളരെ ധൃതിയിൽ പെട്ടെന്ന് ഒരു ഓട്ടോ പാസ് ചെയ്യുമ്പം ആ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മഹേഷ് ഇറങ്ങി ആ ഓട്ടോയിൽ കയറിപ്പോവും. അവിടുന്ന് ഓട്ടോക്കാരനോട് പറയും ഇങ്ങനെ SM സ്ട്രീറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ മഹേഷ് പോയി SM സ്ട്രീറ്റിലോട്ട് ഇറങ്ങുകയാണ്. SM സ്ട്രീറ്റിൽ നല്ല തിരക്കുള്ള ഒരു സമയമാണ് ആ സമയത്ത് മഹേഷ് ആ തിരക്കിലൂടെ വളരെ പരിഭ്രാന്തിയിൽ ഇങ്ങനെ പോയി നടന്ന് അങ്ങനെ മഹേഷ് ഒരു ബസ്സിന് കൈ കാണിച്ച് അതിലും ആണെങ്കിലും നല്ല തിരക്കാണ്. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ മഹേഷിന് നിൽക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനെ മഹേഷ് ഒന്ന് ഏന്തി നോക്കും, കണ്ടക്ടർ എവിടെയാണ് എന്ന് നോക്കും. അപ്പോൾ കണ്ടക്ടർ മുൻവശത്താണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മെല്ലെ ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഊഴ്ന്ന് മഹേഷ് ഫ്രണ്ടിലെത്തിയിട്ട് പറയും, എനിക്ക് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി. മഹേഷ് ഇറങ്ങുന്ന സ്ഥലത്ത് വലിയ ആൾത്തിരക്കോ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്താണ് മഹേഷ് ഇറങ്ങുന്നത്. അന്ന് മഹേഷ് ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ മഹേഷ് അങ്ങനെ ഇറങ്ങി നടന്നു പോയി മഹേഷ് ഒരു ബീച്ചിൻ്റെ ഒരു സൈഡിൽ ബീച്ചിലെത്തുകയാണ്. മഹേഷിന് എപ്പോഴും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബീച്ചിൽ പോയി ഇങ്ങനെ കടലിനെ കാണുക എന്നുള്ളത്, വലിയ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നീട് മഹേഷ് ഭാര്യ തന്ന ചോറ്റുപാത്രം ഒന്ന് വെറുതെ ഒന്ന് തുറന്ന് നോക്കുമ്പം അപ്പം ഇങ്ങനെ ആലോചിക്കും, മഹേഷേട്ടാ എല്ലാം കഴിച്ചിട്ട് വരണം കേട്ടോ എന്ന് പറഞ്ഞൊരു സാധനം അയാളുടെ മനസ്സിലിങ്ങനെ വരികയാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവളോട് അത്രയ്ക്കും ഇഷ്ടമാണ് മഹേഷിന്. ചോറ്റുപാത്രം അടച്ചു വെച്ച് അവൻ ബാഗിൽ തന്നെ വയ്ക്കും. എന്നിട്ട് മഹേഷ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവൻ്റെ പോക്കറ്റിലിരിക്കുന്ന പേഴ്സ് മെല്ലനെ എടുത്തിട്ട് വെറുതെ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു 10-25 രൂപയേ ഉള്ളൂ. അപ്പോൾ ആ 25 രൂപ മഹേഷ് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് വലത്തെ കയ്യിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് ആ പേഴ്സ് എടുത്ത് മെല്ലനെ ആ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ ആ പേഴ്സ് ഇങ്ങനെ ഒലിച്ചു പോകുന്ന മഹേഷ് ഒരു ചെറിയ ചിരിയോടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കും. അങ്ങനെ മഹേഷ് മറ്റേ ലെഫ്റ്റ് സൈഡിലൊരു പോക്കറ്റിൽ അവനൊരു പേഴ്സ് കിടക്കുന്നത് എടുക്കും. അതെടുത്ത് അതിനകത്തുനിന്ന് ഇങ്ങനെ പേഴ്സ് തുറന്ന് പൈസ എടുക്കുമ്പോൾ ഒരുപാട് പൈസകളുണ്ട് ആ പേഴ്സിൽ. ആ പൈസയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ അവനിങ്ങനെ ആലോചിക്കും, വൈഫ് പറഞ്ഞിട്ടുണ്ടാവും, മഹേഷേട്ടാ ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം രാത്രി, ഞാനിവിടെ ഒന്നും വെക്കുന്നില്ല കേട്ടോ എന്ന് പറയും. അപ്പോൾ അവൻ്റെ മനസ്സിൽ എപ്പോഴും ഏത് സമയത്തും അവൾ തന്നെയാണ് അവൻ്റെ മനസ്സിൽ. അപ്പോൾ അവൻ ആ പൈസ ഇങ്ങനെ എടുത്ത് പോക്കറ്റിലിട്ട് അവനിങ്ങനെ പിന്നെ ഇങ്ങനെ കുറച്ച് അവളുടെ ചിന്തകളൊക്കെ ആയിട്ട് ഇങ്ങനെ അവളെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കും. കുറച്ച് അവൾ ഗർഭിണിയാണല്ലോ, അപ്പോൾ കൂടുതൽ കെയറും ഒക്കെ കൊടുക്കേണ്ട ഒരു സമയമായതുകൊണ്ട് എപ്പോഴും അവളെക്കുറിച്ച് തന്നെയാണ് ചിന്തകൾ. പിന്നീട് അവൻ്റെ ബാഗ് തുറന്നിട്ട് അതിനകത്ത് വേറൊരു പേഴ്സ് ഉണ്ടാവും. ആ പേഴ്സ് എടുത്തിട്ട് അവനിങ്ങനെ തുറന്ന് അതിനകത്ത് കുറച്ച് പൈസ, ഒരു 10,000-2000 രൂപ ഉണ്ടായിരുന്നു. ആ പൈസ അവനിങ്ങനെ കയ്യിലെടുത്ത് ആ പേഴ്സ് അങ്ങോട്ട് എറിയാൻ വേണ്ടി നിൽക്കും. പെട്ടെന്ന് അവനെന്തോ ഒരു പെട്ടെന്നൊന്ന് തോന്നും. അപ്പോൾ അവന് ആ പേഴ്സ് ഒന്ന് നന്നായിട്ട് നോക്കും, നല്ല ഭംഗിയുള്ളൊരു പേഴ്സ്. അപ്പോൾ ആ പേഴ്സ് അവൻ തുറന്നു നോക്കുമ്പോൾ ആ പേഴ്സിൻ്റെ ഒരു സൈഡിൽ ഫോട്ടോ ഒക്കെ വെക്കുന്ന സൈഡിൽ
അവൻ്റെ ഭാര്യയുടെ ഒരു ഫോട്ടോ കാണും. നല്ല ഭംഗിയുള്ളൊരു ഫോട്ടോ. എപ്പോൾ ഈ എടുത്തതാന്ന് അവനറിയില്ല ആ ഫോട്ടോ. അവനിങ്ങനെ ആലോചിക്കും, അവൻ അന്ന് രാവിലെ മുതൽ വന്ന വഴിയൊന്ന് ചിന്തിച്ച് നോക്കും, ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കും. റിവൈൻഡ് അടിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അവന് ആലോചിക്കും, നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഏറ്റവും ലാസ്റ്റിലെത്തിയപ്പോൾ ഒരാൾ ഇടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇടിക്കുന്ന സമയത്ത് അയാളുടെ പോക്കറ്റിൽ നിന്ന്, അത് അറിഞ്ഞുകൊണ്ട് ഇടിച്ചതായിരുന്നു ഇയാൾ, അയാളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത പേഴ്സായിരുന്നു ഈ പേഴ്സ്. അപ്പോൾ ആ പേഴ്സിലാണ് അയാളുടെ ഭാര്യയുടെ ഫോട്ടോ കാണുന്നത്. അയാൾ ആകെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അയാളുടെ മനസ്സിലേക്ക് വരിക. ഇതെങ്ങനെ ഇയാളുടെ കയ്യിലെത്തി, അപ്പോൾ അയാൾ എന്തിനാണ് അവിടെ വന്നത്, അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അയാളിലേക്ക് വന്ന് അയാൾ ആകെപ്പാടെ ഒരു വല്ലാത്തൊരു എങ്ങനെ ഇത് ഭാര്യയോട് ചോദിക്കും, ഈ കാര്യം അങ്ങനെ അങ്ങോട്ട് ചോദിക്കാൻ അയാൾക്ക് പറ്റുകയില്ല. ഇയാളൊരു പോക്കറ്റടിക്കാരനാണ്. കാരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഇയാൾ പോക്കറ്റടിക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവം ഇയാളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇയാൾ വീട്ടിലെത്തി 2 ദിവസം ഇയാൾ മായയോടൊന്നും സംസാരിക്കില്ല. മായ ചോദിക്കും, മഹേഷേട്ട എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നല്ലൊരു ജോലിയാണ്, ഞാൻ പക്ഷേ ഇടയ്ക്ക് ഇവളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഇയാൾക്ക് ഈ പൈസ എത്താതെ വരുമ്പോഴാണ് ഇയാൾ ഇടയ്ക്ക് പോക്കറ്റ് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇയാൾ വീട്ടിൽ നിന്ന് മായയോട് അധികം സംസാരിക്കില്ല. അപ്പം മായ, എന്താ മഹേഷേട്ട എന്താ പ്രോബ്ലം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. പക്ഷേ ഇയാളൊന്നും പറയില്ല. അങ്ങനെ പെട്ടെന്ന് മായ കുറച്ച് വോയിസ് റേസ് ആയ രീതിയിൽ, എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറ, കുറച്ച് ദിവസമായില്ലേ ഞാൻ ചോദിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് മഹേഷിൻ്റെ ഉള്ളിലുള്ള ശൗര്യം അങ്ങോട്ട് പുറത്തേക്ക് വരും. മഹേഷ് വളരെ ദേഷ്യത്തോടു കൂടെയും വികാരത്തോടു കൂടെയും ചോദിക്കും, ആരായിരുന്നു ഇയാൾ, എവിടുന്നാണ് അയാളുടെ പേഴ്സിൽ നിൻ്റെ ഫോട്ടോ വന്നത്? മായ ആകെ തകർന്നൊരു മട്ടിലാവും. കാരണം മായ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു സംഭവം മഹേഷിൻ്റെ കൈകളിൽ എത്തുന്നോ അങ്ങനെ. കാരണം അത്രയും വലിയൊരു നടിയായിക്കൊണ്ട് മായ മഹേഷിൻ്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ മഹേഷേട്ടൻ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും മഹേഷിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിലും മായക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ മായ തുറന്നു പറയും. മായ പറയും, എനിക്ക് കല്യാണത്തിന് മുന്നേ എനിക്ക് സുധീഷിനെ ഇഷ്ടമായിരുന്നു. അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു കല്യാണത്തിന് നിൽക്കുന്നത് തന്നെ എന്നുള്ള കാര്യം മായ മഹേഷിനോട് പറയും. പിന്നെ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാക്തർക്കങ്ങളിൽ ഏർപ്പെട്ട് മായ അറിയാതെ പറയും, ഈ കുഞ്ഞു പോലും നിങ്ങളുടെ അല്ല, പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര ഇതാക്കുന്നത് എന്നുള്ളത് കാര്യം അവൾ അറിയാതെ അങ്ങ് അവരുടെ തർക്കത്തിനിടയിൽ പറഞ്ഞു പോകും. അവനാകെ പെട്ടെന്ന് അത് കേട്ട, കാരണം പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ അത്രത്തോളം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഈ മഹേഷ്. അപ്പം മഹേഷ് അല്ലാതായി പോയി തീർന്ന ഒരു അവസ്ഥയിലോട്ട് വരികയാണ്. അവിടെ നിന്ന് അവൻ വളരെ വിഷമത്തോടു കൂടി ആ വീട്ടിൽ നിന്ന് അവളോടൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവനിങ്ങനെ നടന്ന് എങ്ങോട്ട് പോകണമെന്ന് പോലും മഹേഷിന് അറിയില്ല. കാരണം മായയോട് എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതും മഹേഷിന് അറിയില്ല. അത്രയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു മഹേഷ്. അങ്ങനെ മുന്നോട്ട് പോയി അവൻ ഈ ബീച്ചിലോട്ട് തന്നെയാണ് പോകുന്നത്. സന്ധ്യാനേരമാണ്. അങ്ങനെ ഇവനിങ്ങനെ ബീച്ചിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അങ്ങനെ ആ ഇറങ്ങി പോകുന്നിടത്ത് നമ്മൾ പറയാണ് 15 വർഷങ്ങൾക്ക് ശേഷം ആണ് പിന്നെ കാണിക്കുന്നത്. ഈ 15 വർഷങ്ങൾക്ക് ശേഷം ഈ മഹേഷിന് എന്ത് പറ്റി, എന്ത് സംഭവിച്ചു എന്നുള്ളതൊന്നും നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷേ വേറൊരു ബീച്ചിൽ മഹേഷിനെ നമ്മൾ അവിടെ കാണുകയാണ്. പക്ഷേ വേറെ തന്നെ ഒരു മുഖവും വേറെ തന്നെ ഒരു സ്വഭാവവും ഒക്കെ ആയിട്ടുള്ള തികച്ചും വ്യത്യസ്തനായ ഒരു മഹേഷ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കുട്ടികൾ ടൂറിന് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടികൾ ടൂറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 2 കുട്ടികൾ കൂടുതൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 2 കുട്ടികളെ തിരമാലകൾ വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ പലരും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് മഹേഷ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മഹേഷ് ആ കടലിലോട്ട് എടുത്തു ചാടി ആ 2 കുട്ടികളെ രക്ഷിക്കുകയാണ്. വളരെ പരിക്കനാണ് ഇന്ന് മഹേഷ്. കാരണം അവൻ്റെ ജീവിത പാഠങ്ങളായിരിക്കും അവനെ പരിക്കനാക്കി മാറ്റിയത്. അപ്പോൾ അങ്ങനെ അവൻ ഈ കുട്ടികളെ 2 പേരെയും രക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കും. കാരണം മറ്റാരും ഏറ്റെടുക്കുന്നില്ല. കാരണം കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു എല്ലാവർക്കും. സ്കൂളിലെ ടീച്ചർമാരും എല്ലാവരും പെട്ടെന്ന് തന്നെ അമ്മയെ വിളിക്കുകയും അമ്മയെയും വീട്ടിലോട്ട് വിളിക്കുന്നു. അവർ പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ വരാന്തയിലേക്ക് വരികയാണ്. അപ്പോൾ വളരെ പേടിച്ച്
വരുന്നൊരു ടൈമിൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള നമ്മുടെ പാരൻസിൻ്റെ ഒരു വിഭ്രാന്തിയിൽ അവർ ഓടി വരികയാണ്. ഓടി വന്ന് അവർ കാണുമ്പോൾ ആ അമ്മ മഹേഷിനെ കാണുകയാണ്. അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത് പണ്ട് ഉപേക്ഷിച്ചു പോയിരുന്ന മഹേഷാണ്, ഈ കുട്ടിയുടെ അമ്മയാണ് ഈ മായ. അപ്പം അങ്ങനെ അവർ കണ്ടെത്തുമ്പോൾ ആ സമയത്ത് മായയ്ക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിൽ അവൾ പെട്ടെന്ന് മഹേഷിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി മഹേഷ് ഈ മായയെ കണ്ടിട്ടും കാണാത്ത പോലെ ഉള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓടി വന്ന് മഹേഷിൻ്റെ കാലിൽ വീണ് മായ ഒരുപാട് മാപ്പ് പറയും കരഞ്ഞുകൊണ്ട്. കാരണം ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം എന്ന രീതിയിൽ ഒത്തിരി കരഞ്ഞുകൊണ്ട് കാല് പിടിച്ച് മാപ്പ് പറയുമ്പോൾ മഹേഷ് എല്ലാം മറന്ന് അവളെ ജീവിതത്തിലോട്ട് വിളിക്കുന്നതാണ് രണ്ടാമത്. അവിടെയാണ് എൻ്റെ കഥ അവസാനിക്കുന്നത്. സൂപ്പർ അമ്മയും മകളും.